വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടകര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണയ്ക്ക് ഉജ്ജ്വല സ്വീകരണം. അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. യുവത്വത്തിന്റെ പ്രതീകമായ വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥി NDAയുടെ വിരുദ്ധനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ തങ്കത്താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കച്ചോളിയുടെയും ഉണിയാർച്ചയുടെയും അംഗക്ഷകന്മാരുടെയും കുഞ്ഞാലുമരിക്കാരുടെയും ദൂരസ്മരണകളുടെ കടപ്പനാടിന്റെ പെരുമാറിലൂടെ ഇന്ത്യയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുമോദനത്തിന്റെ സ്നേഹപുഷ്പങ്ങളെ തരിക. വീണ്ടുറങ്ങുന്ന കടത്തനാടിന്റെ പടിയിലൂടെ ഇന്ത്യയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. പ്രബുദ്ധരായ വോട്ടർമാരെ അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പ്രിയമുള്ളവരെ, യുവത്വത്തിന്റെ പ്രതീകം വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാവി വാഗ്ദാനം ശ്രീമാൻ പ്രഫുൽ കൃഷ്ണനും അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ താമര അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തോടുകൂടി ഭാരതത്തിന്റെ നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കണമേ എന്ന് വലിയ മത്സരം അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടത്തനാടിനെ ചോദ്യം വിളിച്ചുകൊണ്ട് NDAയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരികയാണ്. ഉണിയാർച്ചയുടെയും അംഗച്ചേലവന്മാരുടെയും കുഞ്ഞാലുമരിക്കാരുടെയും വീരസ്മരണകൾ വീണ്ടുറങ്ങുന്ന കടത്തനാടിന്റെ പെരുമാറിലൂടെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി NDAയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. യുവത്വത്തിന്റെ പ്രതീകം വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാവി വാഗ്ദാനം വടകര പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാവി വാഗ്ദാനം NDAയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ശ്രീമാൻ പ്രഫുൽ കൃഷ്ണൻ ഈ വാഹനത്തിന് തൊട്ടുപിന്നിലായി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. പരശുറാം എക്സ്പ്രസിൽ വടകരയിലെത്തിയ പ്രഫുൽ കൃഷ്ണയെ BJP ദേശീയ സമിതി അംഗം KP ശ്രീശൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രഘുനാഥ്, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസൻ, കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി M മോഹനൻ, P സത്യപ്രകാശ്, NP രാധാകൃഷ്ണൻ, TK പ്രഭാകരൻ, രാമദാസ് മളലേരി, P വിജയബാബു, PP മുരളി, E മനീഷ്, മധു പുഴേരികത്ത്, വിജയലക്ഷ്മി, സന്തോഷ് കാളിയത്ത്, KK രജീഷ്, ജുബിൻ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് തുറന്ന വാഹനത്തിൽ നഗരം ചുറ്റി പഴയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ഈ ഹൃദ്യമായ സ്വീകരണത്തിന് ആദ്യമായി നിങ്ങളോട് നന്ദി പറയുകയാണ്. നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്ത് അയക്കേണ്ടതുണ്ട്. ഈ വടകരയെ സംബന്ധിച്ചിടത്തോളം വികസന മുരടിപ്പിന്റെ ബാക്കിപത്രമാണ് വടകര. ഇവിടെ എത്രയോ വർഷങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിലേക്ക് അയക്കപ്പെടുന്ന MP മാർ
ഈ വടകരയ്ക്ക് വേണ്ടി, വടകരയുടെ വികസനത്തിന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ഇന്ന് കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒന്നായി ഇന്ന് വടകര അവശേഷിക്കുകയാണ്. ഇവിടുത്തെ യുവാക്കൾക്ക് നല്ല തൊഴിലവസരങ്ങളില്ല. ആധുനികമായിട്ടുള്ള ആതുരാലയങ്ങൾ ഇവിടെ ഇല്ല. യഥാവിധത്തിലുള്ള റോഡുകളില്ല. ഇവിടെയുള്ള പദ്ധതികൾ പരിശോധിച്ചാൽ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ അത് നരേന്ദ്രമോദി കൊടുത്ത പദ്ധതികൾ മാത്രമാണ്. നമ്മുടെ വടകര ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, ജില്ലാ ആശുപത്രി. ആ ജില്ലാ ആശുപത്രിയിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു അത്യന്താധുനിക ഒരു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വരാൻ പോവുകയാണ്. ആരുടെ പൈസയാ? നരേന്ദ്രമോദി കൊടുത്ത പൈസ. ഇവിടുത്തെ ഡയാലിസിസ് സെന്റർ ആരുടെ പൈസ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്? നരേന്ദ്രമോദിയുടെ പണം കൊണ്ട്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അത്യന്താധുനിക മുഖമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു. മുഖം മിനുക്കാൻ പോകുന്നു. ആരുടെ പൈസയാണ്? നരേന്ദ്രമോദിയുടെ പൈസ. വടകരയുടെ ഓരോ സ്ഥലത്തും ഉണ്ടായിട്ടുള്ള വികസനം അത് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, മോദി ഗവൺമെന്റിന്റെ പദ്ധതികളെത്താത്ത ഒരൊറ്റ വീട് പോലും ഈ കേരളത്തിലില്ല, ഈ ഇന്ത്യ മഹാരാജ്യത്തിനില്ല. കിസാൻ സമ്മാൻ നിധി കിട്ടിയ 10,000-കണക്കിന് കർഷകന്മാർ ഇവിടെയുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ വീട് ലഭിച്ച 1000-കണക്കിന് ആളുകളുണ്ട്. ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ള കണക്ഷൻ കിട്ടിയ 10,000-ങ്ങൾ ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലുണ്ട്. ഇങ്ങനെ പദ്ധതികൾ എണ്ണി നോക്കിയാൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വീടുകളിലേക്കും നരേന്ദ്രമോദിയുടെ പദ്ധതികൾ എത്തിയിട്ടുണ്ട്. അതാണ് NDAയുടെ ആത്മവിശ്വാസം, അതാണ് BJPയുടെ ആത്മവിശ്വാസം. പ്രിയപ്പെട്ടവരെ, വടകര ഒരുപാട് വർഷങ്ങളായി അബദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു അബദ്ധം ആവർത്തിക്കരുത്. ഇവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും വാളയാർ ചുരത്തിനപ്പുറം ഇവരൊരു മുന്നണിയാണ്. തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്ന സഖ്യത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ഇവിടെ ആരെ തെരഞ്ഞെടുത്താലും അങ്ങ് ഡൽഹിയിൽ അവർ ഒരുമിച്ചാണ്. കേരളത്തിലെ ആളുകൾ ചോദിക്കുന്നു, പ്രബുദ്ധരായ മലയാളികൾ ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വ്യത്യസ്തമായി മത്സരിക്കുന്നത്? ഇവിടെ വന്നാൽ കീരിയും പാമ്പും, വാളയാർ ചുരത്തിനപ്പുറം പോയാൽ വായി ഇതല്ലേ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? ഈ കേരളം മുഴുവൻ, രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ കൊറോണ പ്രതിസന്ധിയിൽ ഇരുന്നപ്പോ കേരളം പറഞ്ഞത്, കേരളത്തെ രക്ഷിക്കാൻ ഒരാൾ ഉറക്കമില്ലാതെ കാവലിരുന്നു, ഉറക്കമളിച്ചിരുന്നു ടീച്ചറമ്മ എന്നാ പറഞ്ഞത്. കേരളം മനസ്സിലാക്കിയത് പിന്നീടാണ്. ഞെട്ടലോടുകൂടി കേരളം മനസ്സിലാക്കി, ടീച്ചറമ്മ ഉറങ്ങാതെ കാവൽ നിന്നത്, കാത്തിരുന്നത്, ഉറക്കമളിച്ചിരുന്നത് 1.5 രൂപ വിലയുള്ള ഈ സർജിക്കൽ മാസ്കിന് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വാങ്ങാൻ വേണ്ടിയായിരുന്നു. 450 രൂപയുള്ള PPE കിറ്റ് അത് 1500-നും 2500-നും വാങ്ങാൻ വേണ്ടിയായിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നിങ്ങളുടെയും എന്റെയും എല്ലാം നികുതിപ്പണത്തെ ആ കോവിഡ് സമയത്ത് പോലും അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ, അത്തരം ആളുകൾക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് വടകരയുള്ള പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ചിന്തിക്കണം. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു MP ഉണ്ടല്ലോ, ആ MP എന്താണ് ഈ വടകരയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? അദ്ദേഹം പത്രസമ്മേളനം നടത്തും, വലിയ പ്രസ്താവനകൾ നടത്തും. ഇതല്ലാതെ എന്തെങ്കിലും ഒരു വികസന പദ്ധതി ഈ MPക്ക് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാനുണ്ടോ? ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കാനുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് വടകരയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വടകരയ്ക്ക് വികസനം ആവശ്യമുണ്ട് എങ്കിൽ ഇവിടെ നിന്ന് NDAയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു വരണം. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് താമര ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്